ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ 2-3 മണിക്കൂർ പറപ്പിച്ച് വെട്ടിയ പ്രാക്കളെ അടുത്ത് ചിറക് പിഴുതുവിട്ട് പറപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്, പറപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്നാണ്. ഇത് കമൻറ്റിൽ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 2 കുഞ്ഞുങ്ങൾ, അതായത് നമ്മൾ ആദ്യം ആ പ്രാക്കളെ എങ്ങനെയാണോ ലോഫ്റ്റിൽ നനച്ച് വെയിലത്തിട്ട് ചിറക് നനച്ച് ചിറക് ഉണങ്ങാനായിട്ടും പ്രാവിനെ ലൊക്കേഷൻ കാണാനായിട്ടും നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത്, അതുപോലത്തെ ആ ഒരു സെറ്റപ്പ് വീണ്ടും ഒന്നുകൂടി ഒരു 3-4 ദിവസം ഒന്നുകൂടി ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ ചിറവായ പ്രാക്കൾ നമ്മളിപ്പോൾ ചിറക് പിഴുത് വീണ്ടും ഫില്ലായി, ചിറകെല്ലാം ഓക്കെ ആയി എന്നാൽ ആ പ്രാവിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നനച്ച് വീണ്ടും വെയിലത്ത് വയ്ക്കണം. കാരണം ആ പ്രാവുകൾ നമ്മൾ ഫുഡ് നേരത്തെ ചുറ്റിക്കാൻ വിടുന്നതിന് മുന്നേ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുത്ത ഫുഡുകൾ അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് കൂട്ടിയതിനെ തുടർന്ന് നമ്മൾ എന്താക്കി അതിനെ വെയിലത്ത് ഇട്ട് ഒന്ന് ഫിറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ചുറ്റിച്ച് പറത്തി, അല്ലെങ്കിൽ 2-3 മണിക്കൂറൊക്കെ പറത്തി ഇറക്കി വീണ്ടും വെട്ടി വെച്ചത്. ഈ വെട്ടി വയ്ക്കുമ്പോൾ അതിന് എക്സസൈസ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മൾ അടുത്തിന് ചിറക് ഫുള്ളാക്കി എല്ലാം പിഴുത് വിട്ട് ഫുള്ളായതിന് ശേഷമാണ് വീണ്ടും പ്രാവിനെ നമ്മൾ അടുത്ത് നെക്സ്റ്റ് പറപ്പിക്കുക. അപ്പോൾ അതിന് മുന്നേ കൊടുക്കുന്ന ഫുഡുകൾ അല്പം ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള പ്രാവുകൾ ടെമ്പർ ആവുന്നതിന് മുന്നേ തന്നെ പറപ്പിക്കുമ്പോഴാണ് ഈ പ്രാവുകൾ പറന്ന് വരുമ്പോൾ ഈ ജോയിൻറ്റിൽ പെട്ടെന്ന് നീര് കെട്ടാനുള്ള ചാൻസ് കൂടുന്നത്. എല്ലാ പ്രാവിനും ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, 2-3 ദിവസം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും പറക്കും. എന്നാൽ ഇതേപോലെ വെയിറ്റ് ഉള്ള പ്രാവുകൾ അപ്പം വെട്ടി വയ്ക്കുന്ന സമയം പറക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായാലും നമ്മൾ കൊടുക്കുന്ന നോർമലി ഫുഡിലായാലും ആ ഒരു ഫാറ്റ് കണ്ടൻറ്റ് കൂടും, അപ്പം വെയിറ്റ് കൂടും. ഈ വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ അടുത്ത ഒരു പറവയിലോട്ട് അല്ലെങ്കിൽ ചിറക് ഫുള്ളാക്കി വെട്ടിപ്പിഴുത് ചിറക് ഫുള്ളായതിനു ശേഷം അടുത്തൊരു പറവ കൊടുക്കുമ്പോൾ പെയിന് കൂടും, ജോയിൻറ്റ് പെയിന് കൂടും, ഫാറ്റ് കണ്ടൻറ്റ് അതായത് ബോഡി ഫിറ്റിലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ആ ഒരു പ്രശ്നം പ്രാവിന് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, പ്രാക്കളെ ചിറകെല്ലാം നന്നായിട്ട് വളർന്ന് ഫുള്ളായതിനു ശേഷം പിന്നെ നെറ്റും കൂടുതൽ നമുക്ക് പ്രാവിനെ ആദ്യം എവിടെയാണ് വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വെച്ച സ്ഥലത്ത് തന്നെ വീണ്ടും ആ പ്രാവിനെ നമ്മൾ വെയിൽ ഒളിക്കുക, നനയ്ക്കുക, ഫുള്ളായിട്ട് നനച്ച് നല്ല രീതിക്ക് നനച്ചതിന് ശേഷം പ്രാവിനെ അവിടെ ഇടുക. ഒരിക്കലും നനയ്ക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് കഴുകാനോ മറ്റുള്ളതിനോ പാടുള്ളതല്ല. അഥവാ വെള്ളം വീഴ്ത്തിയാലും പ്രാവിൻ്റെ മുകളിൽ താഴോട്ട് മാത്രം, മുകളിലോട്ട് ഒരിക്കലും ഉരയ്ക്കരുത്. വാലിൻ്റെ ഭാഗത്തോട്ട് കൈ കൊണ്ട് അഴുക്ക് തേച്ച് വിടുക, വെള്ളം ഒലിപ്പിച്ച് ഒഴിച്ച് തേച്ച് വിടുക. അങ്ങനെ മാത്രമേ ചെയ്യുക. അല്ലാണ്ട് നേരെ തിരിച്ച് സോപ്പ് വെച്ച് ഇങ്ങനെ തേക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ അതിൻ്റെ തൂവലുകൾ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അങ്ങനെ നെറ്റും കൂടുതലിടുക പ്രാവിനെ. നെറ്റും കൂട്ടിലിട്ട് ഒരു 3-4 ദിവസം വെയിൽ ഒള്ളിച്ച് ഒരു 2-3 മണിക്കൂർ വെയിൽ ഒള്ളിപ്പിച്ചതിന് ശേഷം നല്ല ടെമ്പറാവും ചിറകുകൾ. ആ പുതിയ തൂവലുകളൊക്കെ നല്ല രീതിക്ക് എല്ലാം ഓക്കെ ടെമ്പറായി നല്ല ഉണക്കെല്ലാം കിട്ടി നനച്ച് വെയിൽ കൊടുത്ത് നല്ല ഉണക്ക് കിട്ടിയതിന് ശേഷം മാത്രം പ്രാവിനെ എന്ത് ചെയ്യുക, രാവിലെ തന്നെ വീണ്ടും പ്രാവിനെ പറപ്പിക്കുക. വൈകുന്നേരം കൊണ്ട് പറപ്പിക്കാതിരിക്കുക. രാവിലെ പ്രാവിനെ പറപ്പിക്കുമ്പോൾ പ്രാവുകൾ എങ്ങനെയാണ് അതിൻ്റെ പറവ സ്റ്റൈലൊന്ന് നമുക്കൊന്ന് കാണാനും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആദ്യം നമ്മൾ വെട്ടി വയ്ക്കുന്നതിന് മുന്നേ പറത്തിയിരുത്തിയ ആ ഒരു സെറ്റപ്പിലോട്ടൊക്കെ തന്നെയാണ് പ്രാവ് പറക്കുന്നത് എന്നറിയാൻ ആദ്യത്തെ ദിവസം വലിയ ടൈം പറപ്പിക്കാതെ തന്നെ ഓവർ ടൈം പറപ്പിച്ച് അതിനെ വെറുതെ ചിറകിനെ നീര് കെട്ടിക്കാതെ ജസ്റ്റ് ഒന്ന് പറപ്പിച്ചിറക്കുക. വീണ്ടും അതുപോലെ 2-3 ദിവസം ഒന്ന് ചിറകിളകാൻ വേണ്ടി മാത്രം ഒന്ന് പറപ്പിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വൈകുന്നേരത്ത് കൊണ്ടുപോകുക. വൈകുന്നേരം കൊണ്ടുപോകുമ്പോൾ മാക്സിമം ഒരു 3 മണിക്കൊക്കെ പ്രാവിനെ വിടുക. 3 മണി മുതൽ ഒരു 4-5-6 മണിക്കൂർ, 6 മണി വരെ 3 മണിക്കൂറൊക്കെ പ്രാവിനെ പറത്തുക. പിന്നെ അത് 2-3 പറവയൊക്കെ കൊടുത്ത് ക്ലിയർ ആയതിനു ശേഷം പിന്നെ ടൈമിലോട്ട് കൊണ്ടുവന്ന് പ്രാവുകളെ പറത്തി ഇറക്കലാണ് ഏറ്റവും ഉചിതമായ ഒരു രീതി. അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ രാവിലെ പറത്തിയ പ്രാവല്ലേ, അല്ലെങ്കിൽ രാവിലെ പറന്നിരുന്ന പ്രാവല്ലേ, അതിനെ നമുക്ക് വൈകുന്നേരം കൊണ്ട് പറത്താം, നൈറ്റിലോട്ട് കയറ്റാം എന്നൊക്കെ തെറ്റിദ്ധാരണയാണ്. നൈറ്റിലോട്ട് കയറുമ്പോൾ പ്രാവ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആദ്യം പറന്നിരുന്ന പ്രാവുകൾ പെട്ടെന്ന് തന്നെ പറവയിലോട്ട് കയറേയില്ല. കാര്യം ഈ ഏകദേശം ഒരു 1.5 മാസത്തോളം റെസ്റ്റിൽ കിടക്കുന്ന പ്രാവുകളാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറന്ന് ലോഫ്റ്റിൽ തന്നെ ഇറങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പം മിസ്സാവും, ചിലപ്പം 2 ദിവസം കഴിഞ്ഞ് വരും, ചിലപ്പം നൈറ്റ് മിസ്സായിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക,
നെറ്റിംഗ് കൂടിൽ മുകളിൽ ഇട്ടതിന് ശേഷം രാവിലെ തന്നെ പറത്താൻ ശ്രമിക്കുക. രാവിലെ പറത്തിയാൽ എന്തുകൊണ്ടും പ്രാവുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നാലും അതിനുള്ള സമയമുണ്ട്. വൈകുന്നേരം ആവുന്നതിന് മുന്നേ വരാൻ, അല്ലെങ്കിൽ വൈകുന്നേരം ആയിട്ട് തന്നെ വരാനായിട്ടുള്ള സമയം പ്രാവുകൾക്ക് കിട്ടും. ഇനി നമ്മൾ നൈറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്കോ 5 മണിക്കോ ഒക്കെ വിട്ട് പറത്തി കഴിഞ്ഞാൽ പ്രാവ് മിസ്സാവും. നൈറ്റ് കയറും, ചിലപ്പോൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. അങ്ങനെ മിസ്സാക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ നമ്മൾ ചെയ്യുന്നത്. രാവിലെ പറത്തി കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു 4-5 പറവ അല്ലെങ്കിൽ 3-4 പറവ കൊടുത്ത്, അപ്പോൾ ആ ടൈമിലോട്ട് കൂടുതൽ കയറി വരും പ്രാവ്. ആ ഒരു ടൈം എത്തിയതിന് ശേഷം ഈ സീറ്റിംഗ് ആക്കി സീറ്റിംഗ് ആക്കിയതിന് ശേഷം മാത്രം വൈകുന്നേരം കൊണ്ടുപോകുക. വൈകുന്നേരം 3 മണിക്ക് വിട്ട് കറക്റ്റ് 6 മണിക്കോ 6:15 6:00 അത് എങ്ങനെയാണ് പ്രാവ് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് പ്രാവിൻ്റെ പറവയ്ക്ക് അനുസരിച്ച് ഇറക്കുക. വിട്ടുകൊടുത്ത് ഇറക്കിയതിന് ശേഷം പിന്നെ ഓക്കെ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ടൈം തന്നെ, ഈ 3 മണി ടൈം തന്നെ ഒരു 2-3 പറവ കൊടുക്കണം പ്രാവിന്. കൊടുത്ത് സ്റ്റാർട്ടിങ് 3 മണിയിൽ തന്നെയാണ് വിടുന്നതെങ്കിലും ഇറക്കം 6, 6:10, 6:20 അങ്ങനെ, അല്ലെ 6:30 അങ്ങ് 7 കൊണ്ടുപോകാം നമ്മൾ. അങ്ങനെ കൊണ്ടുപോകുമ്പം പക്ക പ്രാവ് കറക്റ്റായിട്ട് വൈകുന്നേരം 7 മണി അല്ലെങ്കിൽ 7:10 7 ആ ഇറങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ടൈമിന് ഇറക്കുക. 3 എന്നുള്ളത് 2 ആക്കുക, 1 ആക്കുക, അങ്ങനെ റെസ്റ്റ് കൊടുക്കുക. അതിനകത്ത് ഈ റെസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ റെസ്റ്റ് കൊടുത്ത് കൊണ്ടുപോവുക. 12 മണി വരെ അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് എങ്ങനെ പറത്തണമെന്നുള്ളത്. അപ്പം അത് ഇതിൽ മനസ്സിലാവാത്തവർ അല്ലെങ്കിൽ ആ വീഡിയോ കയറി ഒന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വെട്ടിവെച്ച പ്രാവുകളെ ഈ തരത്തിലാണ് നമ്മൾ പറത്തിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നെറ്റും കൂടുതലിട്ട് തന്നെയാണ് രണ്ടാമത് നമ്മൾ വെട്ടിവെച്ച പ്രാവുകളെ വീണ്ടും പറത്തേണ്ടത്. അല്ലാതെ പറപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അത് നേരത്തെ പറവ കണ്ട ഒരുപാട് ആൾക്കാർ അവർക്ക് അറിയാം പ്രാവുകൾ മിസ്സിങ് ഇല്ല, വേറെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് പറക്കും എന്നുള്ള വലിയ ലോക്റ്റുകാരൊക്കെ അവരങ്ങനെ ചെയ്യും. അത് കേട്ടുകൊണ്ട് തുടക്കക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫൗളാണ്. അങ്ങനെ പ്രാവ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പ്രാവുകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ കൂട്ടി തന്നെ ഉള്ള പ്രാവുകളായിരിക്കാം. അപ്പോൾ അതിൻ്റേതായ ഒരു പറവയിൽ ഇത് വ്യത്യാസം വരുമ്പോൾ, അതായത് നല്ലൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള പറവയാണ് അതിന് കിട്ടുന്നത്. ആദ്യം പറത്തി പിന്നെ 2 മാസത്തോളം അല്ലെങ്കിൽ 1.5 മാസത്തോളം അത് വെട്ടിയിട്ടിരുന്ന് പിന്നെ പിഴുത് ചിറവ് വന്ന്, അപ്പോൾ 2 മാസത്തോളം ഏകദേശം പ്രാവ് റെസ്റ്റിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ഒരു മെമ്മറിയിലായിരിക്കുമല്ലോ ചിലപ്പോൾ പ്രാവ് പറക്കണമെങ്കിലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നെറ്റും കൂടുതൽ 1-2-3-4 ദിവസം ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യുക, കറക്റ്റായിട്ട് പ്രാവ് ലോഫ്റ്റിൽ ചവിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറന്ന് 2 മണിക്കൂർ പറത്തിയിട്ട് വെട്ടിവെച്ച പ്രാവുകളെ എങ്ങനെ വീണ്ടും പറവ് കൊടുക്കണമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.